ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇപ്പൊ നിലവില് 2026 മാർച്ചില് VP സാനുവിനെയാണ് നിയമിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അത് ഓപ്ഷൻ ബി ഷെയ്പ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? അപ്പൊ നിലവില് 2025 ലാസ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയിട്ടുള്ളത്. അത് KG ശങ്കരപ്പിള്ളക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? അത് ആൻസർ ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. അഞ്ചാമത്തെയാണ് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? അത് ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. ബാക്കി മൂന്നും സേതുവിന്റെ കൃതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? അത് ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി TK മാധവൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പിന്നീടാണ് K രാമകൃഷ്ണപിള്ള അത് ഏറ്റെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവനയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. അത് ശരിയാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അതും ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അത് തെറ്റാണ്. നെക്സ്റ്റ് ആണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അതും ശരിയാണ്. അപ്പോ മൂന്നാമത്തെ പ്രസ്താവനയാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഓപ്ഷൻ എ 3 മാത്രം എന്നതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഇത് ഓപ്ഷൻ ഡി ഗോദാവരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെയാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അത് ട്രൂ ആണ്. രണ്ടാമത്തെയാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അത് കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് താരതമ്യേന വീതി കൂടുതൽ. അതും കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നാലാമത്തെയാണ് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി. അത് ട്രൂ ആണ്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ ബി 2 ആൻഡ് 3 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ 1853. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? ഓപ്ഷൻ ഡി ജാരിയ. 15ാമത്തെയാണ് 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാലയാണ്. ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ് ആൻസർ. 17ാമത്തെയാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ പാതയിൽ ഉൾപ്പെടുന്നു? അത് ആൻസർ വരുന്ന ഓപ്ഷൻ സി ദേശീയ ജലപാത 3 ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? അപ്പോൾ ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. 19 യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷതകളിൽ പെട്ടതാണ് പുനഃസ്ഥാപന ശേഷിയുണ്ട്, ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതിൽ പെടാത്തതാണ് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അനുച്ഛേദം 21A. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? ഏത് ഭാഗത്താണ്? മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, മൗലിക കടമകളാണ്. അപ്പോൾ 4A ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു?
അത് കൽക്കത്ത കോൺഗ്രസ് സെഷനാണ് 1896. ജനഗണമനയാണെങ്കിലും കൽക്കത്ത സെഷനാണ്, പക്ഷെ അത് 1911. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ഏത്? എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നീളവും വീതിയും ആവുമ്പോൾ 3:2 വീതിയും നീളവും തരുമ്പോൾ 2:3 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? അത് 1993 ഒക്ടോബർ 12 അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? അത് 2005 ഒക്ടോബർ 12 അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അത് ആർട്ടിക്കിൾ 21 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. 29ാമത് ക്വസ്റ്റ്യൻ, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? അതിന് ഓപ്ഷൻ എ ദേവനാഗിരി. 30ാമത് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? അത് ഓപ്ഷൻ ബി കടുവ. 31 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ഏതാണെന്ന്? അപ്പോൾ ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം 1942. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? അതിന് ആൻസർ ഓപ്ഷൻ എ രാമൻ നമ്പി. 33 ദേശീയ കാഴ്ചപ്പാടോട് കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. 34ാമത്തെയാണ്, 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇപ്പൊ നിലവിൽ 2025 സൗത്ത് ആഫ്രിക്കയാണ്, 2026 അമേരിക്കയുടെ മിയാമിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയാണ്? ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. 36 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? 1919 അപ്പോൾ ഓപ്ഷൻ സി ആണ്. 37ാമത് ക്വസ്റ്റ്യൻ ആണ്, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? അത് ദാദാഭായ് നവറോജിന്റെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സാരേ ജഹാം ചാച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി അലാമ മുഹമ്മദ് ഇക്ബാൽ. 39 സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ബക്രാനഗൽ. അത് 1ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ റൌലത്ത് ആക്ട്. 41 കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഇടുക്കിയാണ്. കേരളത്തിലാണെങ്കിലും ദക്ഷിണേന്ത്യയിലാണെങ്കിലും ഏറ്റവും ഉയരം കൂടുതൽ ആനമുടിക്കാണ്. 2695 മീറ്ററാണ് അതിന്റെ ഉയരം. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? ഇതാണ് ഓപ്ഷൻ ബി PT ഉഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? അത് 2017 അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും. 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? കേരളത്തിൽ 44 നദികളാണ്, അതിൽ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്, 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ അതിൽ 3 നദികളാണ് കബനി, ഭവാനി ആൻഡ് പാമ്പാർ. ഇതിൽ ഓപ്ഷൻ ബി പാമ്പാർ ആണ്. 45 പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴയാണ് ആൻസർ. 46 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിതയാണ് നഞ്ചിയമ്മ. 47 കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അത് ഓപ്ഷൻ ഡി ഇടുക്കിയാണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? അത് ഇരവിക്കുളമാണ്. ഓപ്ഷൻ ഡി ആണ്. 49 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. അപ്പോൾ ഓപ്ഷൻ എ. ഏറ്റവും വലിയ ശുദ്ധജലത്തടാകമാണെങ്കിൽ ശാസ്താംകോട്ടക്കായലാണ് വരുന്നത്. 50 കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്?
ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. 51 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. 52 ക്വസ്റ്റ്യൻ ആണ്. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അത് ഓപ്ഷൻ ബി അരുവിപ്പുറം. 53 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. 54 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 55 ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഓപ്ഷൻ സി അരയ സമാജം. 56 കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? അത് ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ. 57 പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ ഡി കെ കേളപ്പൻ. 58 കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? അത് ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്കാണ്. 59 2024 നടന്ന ഒളിമ്പിക്സിന് വേദിയായ നഗരം? അപ്പോ ഓപ്ഷൻ എ ആണ് പാരീസ് ആണ്. 60 ക്വസ്റ്റ്യൻ ആണ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? അത് ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. 61 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 62 ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അതിലാണ് ഒന്നാമത്തെ പ്രസ്താവനയാണ് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. അത് ട്രൂ ആണ്. രണ്ടാമത്തെയാണ് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. അതും ട്രൂ ആണ്. മൂന്നാമത്തെയാണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. അതും ശരിയാണ്. നാലാമത്തെ പ്രസ്താവനയാണ് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. അത് ഫോൾസ് ആണ്. അപ്പൊ ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി 4 മാത്രം. 63 ക്വസ്റ്റ്യൻ ആണ്. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? അപ്പൊ ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന. 64 കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ സ്നേഹസ്പർശം. സ്നേഹപൂർവം എന്ന് പറഞ്ഞാല് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായമാണ് സ്നേഹപൂർവം. 65 രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേത രക്താണുക്കൾ ഏതെല്ലാം? അതിന് ആൻസർ ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലും. 66 പയർചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വനവിഭവം അല്ലാത്തത് ഏത്? അതിലെ ആൻസർ ഓപ്ഷൻ ഡി മണ്ണെണ്ണ. 68 അമ്ലമഴയ്ക്ക് കാരണമായ വാതകം? അതിന് ആൻസർ ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ് ആണ്. 69 ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ശുദ്ധജലത്തിന്റെ pH മൂല്യം? അത് ഓപ്ഷൻ എ 7 ആണ്. 7 കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ആസിഡും 7 pH കൂടുതലാണെങ്കിൽ അതിന് ബേസും ആണ്.